നമസ്കാരം. പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ കുറച്ച് സങ്കീർണമായൊരു വിഷയമാണ് അതിന്റെ എല്ലാ തലങ്ങളിലും നിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. പാസ്റ്റർ എൽവിസ് നൽകിയ 45 മിനിറ്റ് ദൈർഘ്യമുള്ള വളരെ വിപുലമായൊരു പ്രസംഗമാണ് നമ്മുടെ ഇന്നത്തെ അടിസ്ഥാന വിഷയം. തികച്ചും നിഷ്പക്ഷമായൊരു കോണിലൂടെ ഈ പ്രസംഗത്തിലുടനീളം പറയുന്ന ദൈവശാസ്ത്രത്തെയും വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന രോഗശാന്തിയുടെ ഘടനയെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് പുസ്തകത്തിലെ ഈ അടിസ്ഥാനപരമായ വരികൾ ശ്രദ്ധിക്കുക. ശരിക്കും ഇതാണ് ഈ പ്രസംഗത്തിന്റെ മുഴുവൻ അടിത്തറയും ഒരുക്കുന്നത്. മനുഷ്യനാവശ്യമായ എല്ലാ ശാരീരികവും ആത്മീയവുമായ സൗഖ്യങ്ങളുടെയും ആത്യന്തികമായ ഉറവിടം ദൈവം മാത്രമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഇത് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. 45 മിനിറ്റ് നീളുന്ന ആ വലിയ പ്രസംഗത്തെ വ്യക്തമായ ഒരു ചട്ടക്കൂടായി മാറ്റുന്നതിനായി നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. രോഗശാന്തിയുടെ ദിവസം, പാപവും രോഗവും തമ്മിലുള്ള ബന്ധം, സേവകരുടെ പങ്കും വിനയവും, വചനത്തിന്റെ ശക്തി, പിന്നെ അവസാനമായി വിശ്വാസവും ദൈവത്തിന്റെ സമയവും. ഇതിൽ ഒന്നാമത്തെ കാര്യം നോക്കാം. രോഗശാന്തിയുടെ ദിവസം, അതായത് ആത്മീയ പുനരുദ്ധാരണത്തിനായി കൃത്യമായി സമയം മാറ്റിവെക്കുന്നത്. നോക്കൂ, രോഗശാന്തി എന്നത് വെറുമൊരു സംഭവം മാത്രമല്ല കേട്ടോ. അത് വിശ്വാസത്തിന്റെയും വിടുതലിന്റെയും ഒരു സീസണാണ്. നമ്മുടെ സാധാരണ കാലണ്ടറിനെ തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഞായറാഴ്ചകൾ പോലെയുള്ള പ്രത്യേക ദിവസങ്ങളും അതുപോലെ മെയ് മാസം മുഴുവനായും രോഗശാന്തിക്കായി മാറ്റിവെക്കണമെന്ന് പാസ്റ്റർ ഇവിടെ പറയുന്നുണ്ട്. എല്ലാ ആഴ്ചയും വെറുതെ പള്ളിയിൽ പോയി വരുന്നതിന് പകരം ഈ പ്രത്യേക ദിവസങ്ങളിൽ ശാരീരികവും ആത്മീയവുമായ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ പാസ്റ്റർ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ ഭാഗം, പാപവും രോഗവും തമ്മിലുള്ള ബന്ധം. എന്തുകൊണ്ടാണ് ആളുകൾക്ക് അസുഖം വരുന്നത് എന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. സ്വന്തം പാപങ്ങൾ തന്നെയാണ് തന്റെ ദുരിതങ്ങൾക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞ ദാവീദിനെപ്പോലെയുള്ള വ്യക്തികളെയാണ് പാസ്റ്റർ ഇവിടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ, പാസ്റ്റർ തന്റെ ദൈവശാസ്ത്രത്തെ മറ്റു വിഭാഗങ്ങളുമായി എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ക്രിസ്ത്യൻ സയൻസ് എന്ന വിഭാഗം വിശ്വസിക്കുന്നത് എല്ലാ രോഗങ്ങൾക്കും കാരണം മനുഷ്യന്റെ പാപങ്ങൾ മാത്രമാണെന്നാണ്. എന്നാൽ ഈ പ്രസംഗം പറയുന്നത് രോഗം പാപം കൊണ്ടുണ്ടാകാം, എന്നാൽ അത് ഇയ്യോബിനെ പോലെ ഒരു ദൈവീക പരീക്ഷണവുമാകാം, അല്ലെങ്കിൽ ദൈവമഹത്വത്തിനു വേണ്ടിയുള്ള ഒരു വഴിയുമാകാമെന്നാണ്. അതായത് എല്ലാ ദുരിതങ്ങളും ശിക്ഷയല്ല എന്ന് ചുരുക്കം. രോഗങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളായി 3 കാര്യങ്ങളാണിവിടെ പറയുന്നത്: പാപവും അനുസരണക്കേടും, ആത്മീയ പരീക്ഷണം, പിന്നെ ദൈവമഹത്വത്തിനുള്ള വേദി. യോഹന്നാന്റെ സുവിശേഷത്തിലെ അന്ധനായ മനുഷ്യന്റെ കഥയാണ് ഇതിനായി പാസ്റ്റർ ഉദ്ധരിക്കുന്നത്. ചിലപ്പോൾ രോഗങ്ങളുണ്ടാകുന്നത് തന്നെ അതിലൂടെ അത്ഭുതകരമായൊരു സൗഖ്യം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തി ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനാണെന്ന് ഈ പ്രസംഗം അടിവരയിട്ട് പറയുന്നു. മൂന്നാമത്തെ കാര്യം, സേവകരുടെ പങ്കും വിനയവും. രോഗശാന്തി പ്രക്രിയയിലെ മാനുഷിക ഇടനിലക്കാരെക്കുറിച്ചാണ് ഈ ഭാഗം. നിങ്ങൾക്ക് ശാരീരിക സൗഖ്യം വേണമെങ്കിൽ പാലിക്കേണ്ട ചില കൃത്യമായ ചിട്ടകൾ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുള്ള ചില പ്രായോഗിക ഘട്ടങ്ങളാണിത്. ആദ്യം രോഗമുണ്ടെന്ന് അംഗീകരിക്കുക, ശേഷം സഭാമൂപ്പന്മാരെയോ പാസ്റ്ററെയോ വിളിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, എന്നിട്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സ്വീകരിക്കുക. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസികൾ വെറുതെ കാത്തിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആത്മീയ നേതാക്കളെ അങ്ങോട്ട് വിളിച്ചു വരുത്താൻ അവർ എപ്പോഴും തയ്യാറാകണം. അബിമേലെക്ക് രാജാവിന്റെ കഥയിലൂടെ ഈ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. രാജാവിനെപ്പോലെ എത്ര വലിയ അധികാരമുള്ള വ്യക്തിയാണെങ്കിലും വിനയത്തോടെ തങ്ങളെത്തന്നെ താഴ്ത്തുകയും തങ്ങളുടെ രോഗശാന്തിക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും വേണമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വളരെ പ്രാക്ടിക്കലായൊരു കാര്യമാണ്. നിങ്ങളുടെ സാമൂഹിക പദവിയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുന്ന പാസ്റ്ററുടെ സ്വഭാവമോ ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് രോഗശാന്തി ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ അവരെ വിളിക്കുക എന്നതാണ് യഥാർത്ഥ വിനയം. പാസ്റ്ററുടെ കുറവുകളെയോ കണിശതയോ വിലയിരുത്താൻ നിൽക്കാതെ നിങ്ങളുടെ ആവശ്യത്തിലും ദൈവത്തിന്റെ ശക്തിയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാസ്റ്റർ ഉപദേശിക്കുന്നത്. ഇനി 4ാമത്തെ ഭാഗം നോക്കാം, വചനത്തിന്റെ ശക്തി. പാസ്റ്റർമാർ എങ്ങനെയാണ് രോഗശാന്തി നൽകേണ്ടത് എന്നാണിതിൽ പറയുന്നത്. രോഗിയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇനി രോഗശാന്തി നൽകുന്ന പാസ്റ്റർമാർ പാലിക്കേണ്ട കർശനമായ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാസ്റ്റർ ഒരിക്കലും നിഷ്ക്രിയനായിരിക്കാൻ പാടില്ല. എല്ലാവർക്കും നന്മയും സൗഖ്യവും ലഭിക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കണം. അതുപോലെ എത്ര ക്ഷീണിതനാണെങ്കിലും ദൈവത്തിന്റെ വിളി ഉടനടി അനുസരിക്കണം. പിന്നെ രോഗശാന്തിയുടെയും ജീവന്റെയും വാക്കുകൾ അവർ എപ്പോഴും സജീവമായി സംസാരിക്കണം. ദൈവിക അധികാരം ഫലപ്രദമായി കൈമാറാൻ ഈ 3 കാര്യങ്ങളും ഒരു പാസ്റ്റർക്ക് നിർബന്ധമാണ്.
വാക്കുകൾക്ക് അക്ഷരാർത്ഥത്തിൽ വലിയ ശക്തിയുണ്ട് എന്നാണ് പ്രസംഗം സമർത്ഥിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 107:20 ഉദ്ധരിച്ചുകൊണ്ട് രോഗശാന്തി എന്നത് വെറുമൊരു അപേക്ഷയല്ല, മറിച്ച് ശരീരത്തിലെ മൃതകോശങ്ങളിലേക്കും രോഗങ്ങളിലേക്കും നേരിട്ട് ജീവന്റെ വാക്കുകൾ സംസാരിച്ച് ആജ്ഞാപിക്കുന്ന ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. വചനം പുറപ്പെടുവിക്കുന്നത് ശരീരത്തിനുള്ളിലുള്ള കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി ഈ 12 എന്ന സംഖ്യയ്ക്ക് ഇവിടെ വലിയൊരർത്ഥമുണ്ട്. പാപങ്ങൾ ക്ഷമിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനുമുള്ള ഈ പ്രത്യേക അധികാരം യേശു തന്റെ 12 ശിഷ്യന്മാർക്കാണ് നൽകിയത്. ഈ വലിയ അധികാരം തലമുറകളായി കൈമാറി ഇന്നത്തെ പാസ്റ്റർമാരിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. അവസാനത്തെ ഭാഗം, വിശ്വാസവും ദൈവത്തിന്റെ സമയവും, അതായത് ക്ഷമയുടെ ആവശ്യകത. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പെട്ടെന്ന് രോഗശാന്തി ലഭിച്ചില്ലെങ്കിലോ? അവിടെയാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥന സ്വീകരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന പാസ്റ്ററിലും ഒപ്പം ദൈവത്തിന്റെ ആത്യന്തികമായ കഴിവിലും പൂർണ്ണമായ വിശ്വാസമുണ്ടായിരിക്കണം. ഈ സജീവമായ വിശ്വാസമില്ലെങ്കിൽ എത്ര ശക്തമായ പ്രാർത്ഥനകൾക്കും ഫലമുണ്ടാകില്ല എന്ന് ഈ പ്രസംഗം പറയുന്നു. തനിക്ക് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ശരിക്കും വിശ്വാസമുണ്ടോ എന്ന് അന്ധരായ മനുഷ്യരോട് യേശു ചോദിക്കുന്ന ഭാഗമാണ് ഇതിനായി ചൂണ്ടിക്കാണിക്കുന്നത്. താമസിയാതെ ഉത്തരം ലഭിക്കാത്തത് ഒരിക്കലും ഒരു നിരസിക്കലല്ല എന്ന് ലാസറസ് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കാവുന്ന ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാം. ലാസറിന്റെ രോഗവിവരം യേശു അറിയുന്നു. എന്നാൽ യേശു മനഃപൂർവ്വം യാത്ര വൈകിപ്പിക്കുന്നു. ഒടുവിൽ ലാസർ മരിക്കുന്നു. 4 ദിവസം കല്ലറയിൽ കിടക്കുന്നു. എന്നാൽ അവസാനം ദൈവമഹത്വത്തിനായി യേശു അവനെ ഉയിർപ്പിക്കുന്നു. അതായത് ആ 4 ദിവസത്തെ കാത്തിരിപ്പ് ഒരു പരാജയമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ അത്ഭുതത്തിനു വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സമയമായിരുന്നു എന്നാണ് പ്രസംഗത്തിൽ പറയുന്നത്. സഭാപ്രസംഗി 3:3 പറയുന്നതുപോലെ, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം. ദൈവത്തിന്റെ കലണ്ടറിന് പൂർണ്ണമായും കീഴടങ്ങാനാണ് വിശ്വാസികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവിക ഇടപെടലുകൾ പ്രവർത്തിക്കുന്നത് അതിൻ്റേതായ കൃത്യമായ സമയക്രമത്തിലാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തല്ല, ദൈവം നിശ്ചയിച്ച സമയത്താണ് അത് സംഭവിക്കുന്നത്. ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കുമ്പോൾ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തു നിന്നുള്ള ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. രോഗങ്ങൾ ഭേദമാക്കാനുള്ള വൈദ്യശാസ്ത്രപരമായ അറിവ് ഡോക്ടർമാർക്കുണ്ടെങ്കിൽ അവരുടെ ഈ ഭൗതികമായ ചികിത്സയ്ക്ക് പിന്നിലെ ആത്യന്തികമായ ജ്ഞാനം നൽകുന്നതാരാണ്? വിശ്വാസവും കാത്തിരിപ്പും ആധുനിക വൈദ്യശാസ്ത്രവും ഒത്തുചേരുന്ന ഈ വലിയ ആശയത്തെക്കുറിച്ച് നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.